ഇങ്ങോട്ടിരിക്കാം. മൈക്കോടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭക്തജനങ്ങളെ, ഇപ്പോൾ നമുക്ക് ഏവർക്കും പ്രിയകരനായ ശ്രീ ശീർഷാശ്വര സ്വാമി നമ്മളെ അഭിസംബോധന ചെയ്ത് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർ, എന്റെ ജാതിക്കാർ, ഇന്നത്തെ ഈ പരിസ്ഥിതിയിൽ നിങ്ങൾ പ്രകോപിതരാണ് എന്ന് നാം അറിയുന്നു. പക്ഷേ ഈ ആവേശലഹരിയിൽ അവിവേകമൊന്നും കാണിക്കാതെ ആത്മനിയന്ത്രണം പാലിക്കണം എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഇവിടുത്തെ അവറാച്ചാൻ എന്നുപോലെ സ്വാമിയായത് അവറാച്ചാനോ? ആ, അവറാച്ചാൻ തന്നെ എന്റെ അമ്മയുടെ ആങ്ങളയാ. നിന്റെ അമ്മ ആരാടാ? പഞ്ചവടി റാഹേല. അയ്യോ അയ്യോ അയ്യോ, എന്റെ കർത്താവ്, എനിക്ക് വലുതാ. നസ്രാണി സ്വാമി സിന്ദാബാദ്, നസ്രാണി സ്വാമി സിന്ദാബാദ്, അവറാച്ചൻ സ്വാമി സിന്ദാബാദ്, അവറാച്ചൻ സ്വാമി സിന്ദാബാദ്, ക്രിസ്ത്യാനി സ്വാമി സിന്ദാബാദ്, ക്രിസ്ത്യാനി സ്വാമി സിന്ദാബാദ്. വ്യാപാരികളെല്ലാം കടകളടച്ച് ഭവനവാദിക്കണം. ഐരാവതക്കുഴി പഞ്ചായത്തിലെ സ്ഫോടകാത്മകമായ സ്ഥിതിവിശേഷത്തെ കണക്കിലെടുത്ത് പഞ്ചവടിപ്പാലത്തിന്റെ പണി തൽക്കാലം നിർത്തിവെക്കാൻ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നവരെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രളയയുടെ വക മറ്റൊരു വാർത്തയുണ്ട്. പഞ്ചായത്ത് മെമ്പർ പഞ്ചവടി റാഹേലിന്റെ നേതൃത്വത്തിൽ ഒരു മതസൗഹാർദ്ദ അനുരഞ്ജന കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായും താല്പര്യമുള്ളവർ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെടണമെന്ന്. നമ്മുടെ രണ്ടു കൂട്ടരുടെയും വ്യത്യസ്തമായ ഡിമാൻഡുകളാണ്. വ്യത്യസ്ത ശൈലിയിലുള്ള ജാഥകളും നമ്മൾ നടത്തി. പക്ഷെ കാര്യങ്ങൾ ഇത്ര മൂർച്ഛിക്കാൻ കാരണം റാഹേലിന്റെ ആങ്ങളെയാണ്. പഠിക്കുന്ന കാലത്തെ അവറാച്ചൻ മഹാകുസൃതിക്കാരനായിരുന്നു. ഫാൻസി ഡ്രസ്സിൽ അവനാ എപ്പോഴും ഫസ്റ്റ് പ്രൈസ്. സ്വാമിയുടെ പൂച്ചു പുറത്തായി എന്ന് വെച്ചാർക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ. പ്രതിപക്ഷത്തിന് ഒരു രക്തസാക്ഷിയെ കിട്ടുകയും ചെയ്തു. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് പ്രവേശിക്കാം. എന്താ ഞാൻ പറയാതെ അറിയാമല്ലോ, എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ തമ്മിൽ ജാതിയുടെയും മതത്തിന്റെയും പാലത്തിന്റെയും സിമന്റിന്റെയും പേരിൽ എന്തിനാ ഇങ്ങനെ മുഖം തിരിച്ചിരിക്കുന്നത്? മോഹൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് ഞാനില്ല. അല്ലെങ്കിൽ പൗലോസ് മുതലാളി പറയട്ടെ, പാലം നമുക്കാർക്കും വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല. പക്ഷെ നമുക്കെല്ലാം പാലം പണി കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. കാര്യം തെളിച്ചു പറയാമല്ലോ. പാലം പണികളുള്ള ഗുണം കുറുപ്പ് സാറിനും കൂട്ടർക്കും മാത്രം വീതിച്ചാ പോരാ. മോനെ ജീമുദ, പാലം പണിയുടെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല നിന്റെയിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് പള്ളിയും അമ്പലവും കൂടി ഒരു പാലത്തിന് വേണ്ടി പിടിവലിയായതുകൊണ്ട് സർക്കാർ പാലം പണി തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്സാഹിച്ചാൽ ജാതി തിരിച്ച് രണ്ടു പാലം അനുവദിക്കുവോ? പള്ളിയുടെയും അമ്പലത്തിന്റെയും നടുവിൽ പഞ്ചവടിപ്പാലം സ്ഥാപിക്കണം. അതൊരു നല്ല തീരുമാനമാണ്. തന്നെയുമല്ല, ഇത് അനുരഞ്ജന കമ്മിറ്റിയുടെ തീരുമാനമായി സർക്കാരിനെ ഉടനെ അറിയിക്കുകയും വേണം. പള്ളിയുടെയും അമ്പലത്തിന്റെയും ഇടയ്ക്കായി പാലം വരുമ്പോൾ പുതിയ റോഡ് വെട്ടണ്ടേ? അതിന്റെ കോൺട്രാക്ടോ? തർക്കമെന്താ? പൗലോസ് കോൺട്രാക്ടർ അറ്റായൻ തന്നെ ആ പണി ചെയ്തിരിക്കും. ഇനി ആർക്കും തർക്ക വിഷയമൊന്നുമില്ലല്ലോ. പാലം വന്നാൽ നമ്മളെ കടത്ത് പൂട്ടേണ്ടി വരും. നമ്മൾ പട്ടിണിയിലാവും. അതെന്തോ ചെയ്യാൻ പിള്ളേ? ഐരാവതക്കുഴി കവലയിലുള്ള 4 സെന്റ് പുറമ്പോക്ക് താത്താക്ക് പതിച്ചു കൊടുത്തേര്. താത്ത ഒരു ചായ കട തുടങ്ങിക്കോട്ടെ. പ്രതിപക്ഷത്തിന് എതിർപ്പൊന്നുമില്ലല്ലോ. ഇല്ല 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 ഇല്ല. അപ്പോൾ ഈ പാലം പള്ളിയുടെയും അമ്പലത്തിന്റെയും നടുവിൽ പണിയുന്നുവെന്ന് ഈ അനുരഞ്ജന യോഗത്തിലൂടെ തീരുമാനിക്കുന്നു. ഇത് പത്രക്കാരോട് പറയാമല്ലോ. പറയാം. പക്ഷെ ഈ റോഡിന്റെ കോൺട്രാക്ട് പൗലോസ് മുതലാളിക്കാണെന്നുള്ളത് ഇപ്പൊ പുറത്താക്കണം. വേണ്ട. ഈ അനുരഞ്ജന സമ്മേളനം നടത്താൻ മുൻകൈയെടുത്ത പഞ്ചവടി റാഹേലിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭക്ഷണത്തിലേക്ക് കിടക്കാം. ഇവിടെ ഭക്ഷണം മാത്രമായിരിക്കും. ഇത് നമുക്ക് ഹറാമാണ്. നമ്മൾ വീട്ടിൽ